ഹലോ ഗായ്സ്, അപ്പോൾ വീഡിയോയിൽ കണ്ട പോലെ തന്നെ മലപ്പുറം തിരുനാവായ നവാമുകുന്ദ ക്ഷേത്രത്തിൽ വെച്ച് നടക്കുന്ന ആ ഒരു മഹാകുംഭമേള, അതായത് ഭാരതപ്പുഴയുടെ പേരിൽ നടക്കുന്ന ആ ഒരു നീള ആരതി കാണാനായിട്ട് ഞങ്ങളും പോയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വ്ളോഗാണ് കേട്ടോ ഗൈസ്. നമ്മളൊട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു യാത്ര കൂടിയായിരുന്നു കേട്ടത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മഹാകുംഭമേളയെ കാണണം, നേരിട്ട് കാണണം എന്നൊരു വലിയ ആഗ്രഹമായിരുന്നു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു ചാൻസ് കിട്ടിയപ്പോൾ ഒന്നും നോക്കിയില്ല, പെട്ടെന്ന് അങ്ങോട്ട് പോയി. എന്തായാലും ആ ഒരു സംഭവം നേരിട്ട് കാണാൻ പറ്റില്ല, വളരെ സന്തോഷമുണ്ട്. ആ ഒരു നീള ആരതി നടക്കുന്നത് ഒരു 6:30 നേരത്താണ് സ്റ്റാർട്ട് ചെയ്യാത്. അപ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന് ഒരു 12:30 ആയപ്പോൾ പോയി ഒരു 3-3:30 കൂടി ഞങ്ങളവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്ര നേരത്തെ എന്താ ചെല്ലുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ വരും. നമ്മൾ കുറച്ച് നേരത്തെ ചെന്നാലാണ് അവിടെ നമുക്ക് ഫ്രണ്ടിലായിട്ട് നിന്നത് കാണാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒരുപാട് അകലെ നിൽക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നേരത്തെ പോയി. ഇത് അവിടെയുള്ള ബ്രഹ്മാവിൻ്റെ ക്ഷേത്രമാണ്. അതായത് ഭാരതപ്പുഴയുടെ ആ ഒരു തീരത്ത് 3 ക്ഷേത്രങ്ങളുണ്ട്. പരമശിവൻ്റെ, ബ്രഹ്മാവിൻ്റെ, മഹാവിഷ്ണുവിൻ്റെ ആ ഒരു സംഗമ ഭൂമിയാണ് അത്. അതുകൊണ്ട് തന്നെ ഭാരതപ്പുഴയിലൊക്കെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം പുണ്യം ചെയ്തവർക്കും അവിടെ പോകാൻ ചാൻസ് ഉണ്ടാവുക. അതായത് നമുക്ക് അവിടെ ചെല്ലുന്നത് തന്നെ വളരെ പുണ്യപരമായിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. നല്ല ഇതവിടെ വന്നിട്ടുള്ള അഘോരികളാണ് കേട്ടോ. ശരിക്കും ആ ഒരു കേരളത്തിൽ നടക്കുന്നൊരു കുംഭമേളയാണെങ്കിൽ പോലും ശരിക്കും ആ വാരണാസിയിൽ ഉണ്ടായിരുന്ന അഘോരികളും അവിടുത്തെ ആ ഒരു പണ്ഡിറ്റുകളൊക്കെ തന്നെയാണ് കറക്റ്റായിട്ട് ഇവിടെ വന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അതൊക്കെ നേരിട്ട് കാണാൻ തന്നെ ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ്. നിങ്ങളൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നല്ല വെയിലുണ്ട് ഈ സമയത്തൊക്കെ. ഇത് കറക്റ്റായിട്ട് പിന്നെ അവിടെ നിന്ന് പുഴയുടെ തീരൊക്കെ ആകുമ്പോൾ നല്ല പൊടിയും വെയിലൊക്കെ ആയിരിക്കും. അപ്പോൾ ഒരു തോർത്തോ ഷോളൊക്കെ കൊണ്ടുപോകാൻ നല്ലതാണ്. കാരണം എന്താ വെച്ചാൽ ഒരു വെയിൽ കൊള്ളാൻ നിൽക്കണ്ട. പിന്നെ ഇവിടേക്ക് എത്തിപ്പെടാനായിട്ട് മെയിനായിട്ട് 2 വഴിയാണുള്ളത്. ഒന്ന് താൽക്കാലികമായിട്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു പാലം. ആ ഒരു പാലം എന്ന് പറയുന്നത് അപ്പുറത്തെ സൈഡിൽ നിന്ന് വരുന്നത്, അതായത് തൃശ്ശൂർ എറണാകുളം സൈഡിൽ നിന്ന് വരുന്നവർക്ക് ഇപ്പുറത്തെ ഭാഗത്തോടെ വരുന്നത് കൊണ്ട് തന്നെ തവന്നൂരെന്നും അങ്ങനെ എന്തോണം സ്ഥലപ്പേര്. അപ്പോൾ അത് ആ ഒരു പാലം കിടക്കേണ്ട ആവശ്യമില്ല. അപ്പുറത്തെ സൈഡിൽ നിന്ന് വരുന്നവർക്ക് പാലം കടന്ന് വരണം. പാലത്തിൽ കൂടെ ആണെങ്കിൽ നിശ്ചിത ആളുകൾക്ക് മാത്രമേ സഞ്ചരിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ മാക്സിമം നേരത്തെ വന്ന ആ ഒരു ബ്ലോക്കും കാര്യങ്ങളും ഇല്ലാതെ ഇപ്പുറത്തേക്ക് എത്താം. ഭാരതപ്പുഴയിൽ കാല് കഴുകാൻ, ആ ഒരു ഭാരതപ്പുഴയിൽ കാല് കഴുകുക അല്ലെങ്കിൽ കുളിക്കുക എന്നൊക്കെ പറയുന്നത് വളരെയധികം പുണ്യം ചെയ്യുന്നതിന് തുല്യമായിട്ടാണ്. ആ ഒരു പുണ്യകർമ്മത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ അല്ലെങ്കിൽ ആ ഒരു ഭാരതപ്പുഴയിൽ എൻ്റെ വലിയൊരു ആഗ്രഹങ്ങളിലൊന്നായിരുന്നു കേട്ടോ, ഭാരതപ്പുഴയിൽ ഇറങ്ങണം, അതുപോലെ പമ്പയിൽ കാല് നനയ്ക്കണം, ഗംഗയിൽ കാല് നനയ്ക്കണം. അപ്പോൾ അതിൽ ഒരു ആഗ്രഹം എന്തായാലും നടന്നു. വളരെയധികം പുണ്യം ചെയ്ത് നമുക്കൊരു പ്രത്യേക സ്പിരിച്വൽ ഒരു ഇത് തോന്നും അവിടെ നിൽക്കുമ്പോൾ കേട്ടോ. എനിക്ക് എന്തോ അതിൽ നിന്നും കയറാൻ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ കയറിയിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഭാരതപ്പുഴയിൽ ഇറങ്ങണമെന്ന്. ഒരു 4 മണിക്കൂർ 4.5 മണിക്കൂർ അടുപ്പിച്ച് ഞങ്ങൾ ആ ഒരു ഭാരതപ്പുഴയിൽ നിന്നു. കാരണം ഈ ഒരു പുഴയിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ ആ ഒരു നീള ആരതി കണ്ടത്. കാരണം ഇവിടെ നിന്ന് കാണുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ വ്യൂ കിട്ടും. ഒരുപാട് അടുത്തേക്ക് പോയ ആളുകൾ തിങ്ങി കൂടിയിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ പുഴയിൽ തന്നെ നിന്ന് ആ ഒരു 4 മണിക്കൂർ, അതായത് 8 മണി വരെ ഉണ്ടായിരുന്നു, നിന്ന് കാണുകയാണ് ചെയ്തത്. ശരിക്കും ഇപ്പുറത്തെ വശത്തുനിന്ന് വന്ന് എന്നാലേ അത് കാണാൻ പറ്റുള്ളൂ. അപ്പുറത്തുള്ളവർക്ക് ശരിക്കും കാണാൻ പറ്റില്ല. ഒരു 5 മണിയൊക്കെ ആയപ്പോഴേക്കും അത്യാവശ്യം ഒരുപാട് ആളുകളായി. ഒരു 6:30-6:45 കൂടിയാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ അത്രയും ക്ഷമയോട് കൂടി എല്ലാവരും അങ്ങോട്ട് നോക്കി നിൽക്കണം അതൊരു കാണാൻ വേണ്ടിയിട്ട്. ഇതിനിടയ്ക്ക് എവിടെന്നോ വന്നിട്ടുള്ള കുറച്ച് ചേട്ടന്മാർ ഒരു അവിൽ കൊടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ 12:30 പോകുന്നതാണ്. 11 മണിക്കായി ഭക്ഷണം കഴിച്ചുകൊണ്ട് അത്യാവശ്യം നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഒരു സൂര്യാസ്തമയം, ആ ഒരു സൂര്യാസ്തമയം കാണാനും ഒരു രസം ഉണ്ടായിരുന്നു. ഞാൻ അത് അസ്തമിച്ചാലാണ് ഇവിടെ നീളാരതി സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ് എല്ലാവരും. ദൂരദേശങ്ങളിൽ നിന്ന് പോലും നമ്മുടെ നാട്ടിലേക്ക് ഭക്തർ എത്തിച്ചേർന്നിട്ടുണ്ട്. ഏവർക്കും നീള ആരതിയുടെ ദർശനം. ഈ നീളാരതി ചെയ്യാൻ വന്നിട്ടുള്ള ഒരു പണ്ഡിറ്റുകളാണ്. ഒരു ഗംഗാരതി, വാരണാസിയിൽ നിന്ന് വന്നിട്ടുള്ള ഗംഗാരതിയിൽ പങ്കെടുത്ത ആ സെയിം ആളുകൾ തന്നെയാണ് അവിടെ വന്നിട്ടുണ്ടായിരുന്നത്. 26-ാം തീയതി റിപ്പബ്ലിക് ഡേയുടെ അന്നാണ് ഞങ്ങൾ പോയത്. അതുകൊണ്ട് വന്ദേ മാതരത്തോടു കൂടിയാണ് തുടങ്ങിയത്. सब जग को ज्ञाता मैया, सब जग को
അപ്പോൾ ഞങ്ങളൊരു 8 മണിയോട് കൂടി നിളാരതി കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. അത്യാവശ്യം നല്ല തിരക്കുള്ളതുകൊണ്ട് പെട്ടെന്നൊന്നും അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റിയില്ല. ഒരു 9:10 കൂടി ഞങ്ങൾ തിരിച്ച് നിർത്തിയത്. പക്ഷേ ഇവിടെ നെയ്ച്ചോറ് മാത്രമേ ഉള്ളൂ, നെയ്ച്ചോറ് വേണ്ട. അതെ അമൃത എനിക്ക് എന്നിട്ട് വേണ്ടത് മാന്തിക്കൊന്നും നോൺ വെജ് കഴിക്കണം എന്നുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ട് മന്തി അപ്പം അങ്ങനത്തെ കഴിക്കണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ കടകൾ മുഴുവൻ കയറി ഇറങ്ങി ഞങ്ങൾ. കാരണം ആ ഒരു ഏരിയയിൽ നിന്ന് വരുന്ന ഒരുവിധം വണ്ടികളൊക്കെ ആ സൈഡിലുള്ള ഒരുവിധം കടകളിൽ നിർത്തുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഫുഡ് കിട്ടാൻ അത്ര ടൈം ആയില്ല. 10-11 മണി ടൈമൊക്കെ ആയതുകൊണ്ട് ഫുഡ് കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഒരുപാട് ട്രാവൽ ചെയ്ത് പെരുമ്പിലാവെന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയപ്പോഴാണ് ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടിയത്. അങ്ങനെ ലാസ്റ്റ് ഫുഡ് കിട്ടി, മന്തി കിട്ടിയിട്ട് ഞങ്ങൾ പോകുള്ളൂ എന്ന് തീരുമാനിച്ചിരിക്കും. ടൈം കാണിച്ചു ഗൈസ്, മന്തി കഴിക്കുന്നു ഗൈസ്.